മണ്ണിടിച്ചിൽ തടഞ്ഞ വീടിന് സംരക്ഷണത്തിനായി കെട്ടിട ഭിത്തി തകർന്ന് വീടിന് മുകളിലേക്ക് വീണതോടെ വീട് താമസയോഗ്യമല്ലാതായി. മുണ്ടേരി നാരങ്ങാപ്പൊയിൽ നഗറിൽ കുട്ടിവെള്ളൻ സ്വന്തം വീട് ഉപേക്ഷിച്ച് 5 വർഷമായി ബന്ധുവീട്ടിലാണ് താമസം. ഇത്തരത്തിൽ നിരവധി വീടുകളാണ് ഇവിടെ വാസയോഗ്യമല്ലാതായത്. പട്ടികജാതി വികസന വകുപ്പ് മുഖേന 2015 കുട്ടിവെള്ളന് മുണ്ടേരി നാരങ്ങാപ്പൊയിൽ വീട് ലഭിച്ചത്. വീടിന് ചേർന്നുള്ള മൺതിട്ട വീടിന് മുകളിലേക്ക് വീഴാതിരിക്കാൻ പഞ്ചായത്ത് മുഖാന്തരം പിന്നീട് സംരക്ഷണ ഭിത്തിയും കെട്ടി. എന്നാൽ പണിത് മാസങ്ങൾക്കിപ്പുറം ഭിത്തി വീടിന് മുകളിലേക്ക് പതിച്ചു. ഇതോടെ വീട്ടിലെ ജീവിതവും അവസാനിച്ചു. കുട്ടിവെള്ളൻ സ്വന്തം വീടുപേക്ഷിച്ച് ബന്ധുവീട്ടിലേക്ക് മാറിയിട്ട് 5 വർഷം പിന്നിടുന്നു. പലതവണ ഓഫീസുകൾ കയറിയിറങ്ങി പരാതി പറഞ്ഞതും കേട്ടതുമല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് കുട്ടിവെള്ളൻ പറയുന്നു. 5 വർഷം മുന്നെയാണ് മതിൽ വീണത്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബം അവിടെ അങ്ങനെ മാറി താമസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം എനിക്ക് ചെയ്തു തരണം. പിന്നെ ITDPക്കാർ വന്ന് നോക്കിയിട്ടുണ്ട്. അവരെ റോട്ടിൽ ഇങ്ങനെ വന്ന് നോക്കി പോകും. പഞ്ചായത്ത് മെമ്പർ അങ്ങനെ വന്ന് നോക്കി പോയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. സംരക്ഷണത്തിൽ നിർമ്മിച്ച ഭിത്തി കാരണം സംരക്ഷണമൊന്നുമില്ലാതെ കഴിയുന്ന കുട്ടിവെള്ളന്റേതുപോലെ 5 വീടുകൾ വേറെയുമുണ്ട്. സംരക്ഷണ ഭിത്തി വീട്ടിലേക്ക് പതിക്കുമെന്ന ഭീതിയിലാണ് പ്രദേശത്തെ താമസക്കാരി വെള്ളകയും വീടൊഴിഞ്ഞ് അനിയത്തിയുടെ വീട്ടിലേക്ക് താമസം മാറ്റിയത്. ബാലനും കുടുംബവുമാണ് മതിലിടിയുമെന്ന ഭീഷണിയിൽ കഴിയുന്ന മറ്റൊരു കുടുംബം. മഴ പെയ്ത ഇതാണ് ഈ ഇടിച്ചിൽ തന്നെ കൂടുതൽ. ഇവിടുന്ന് പിന്നെ ഇറങ്ങി നടക്കാൻ കഴിയൂല. ഒരു കുടം വെള്ളം കൊണ്ടുവരാൻ കഴിയൂല. പിന്നെ ഇവിടെ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ നിൽക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയണില്ലല്ലോ. കാരണം അതാണ് നമുക്ക് ഏറ്റവും പ്രശ്നം. പിന്നെ ഇടിച്ചിൽ, പിന്നെ രാത്രിയാണെങ്കിൽ കിടന്നുറങ്ങാൻ കഴിയണില്ല. ഒരു കൊച്ചുങ്ങൾക്കാണെങ്കിൽ ഇറങ്ങി പോകണമെങ്കിൽ അവരെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമ്മളെ തെന്നി വീണ കജ്ജും കാലും മുറിഞ്ഞ് നാസാവൂലേ. ഒക്കെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇത്തരത്തിൽ പല വീടുകളും വാസയോഗ്യമല്ലാതാകാൻ കാരണമായതെന്നാണ് ആരോപണം. മുണ്ടേരി നാരങ്ങാപ്പൊയിൽ നഗറിൽ ഒട്ടേറെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. അതിലേറ്റവും പ്രധാനം 14 വർഷം മുമ്പ് ഈ നാരങ്ങാപ്പൊയിൽ പ്രദേശത്ത് വീട് വെക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയ മണ്ണെടുപ്പാണ് നടന്നിട്ടുള്ളത്. വലിയ അഴിമതിയും ഇതിനകത്ത് നടന്നിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ മണ്ണ് ഒരു മാനദണ്ഡവുമില്ലാതെ ഈ കുന്നിൻ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടാണ് ഈ വീടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അക്കാലത്തെ പഞ്ചായത്ത് ഭരണസമിതി, പഞ്ചായത്ത് മെമ്പർമാർ ഈ നാടിനോട് ചെയ്തിട്ടുള്ളത്, ഈ നഗരനോട് ചെയ്തിട്ടുള്ളത് വലിയ അനാസ്ഥയാണ്. അശാസ്ത്രീയമായ മണ്ണെടുപ്പും ബലമില്ലാത്ത മണ്ണിൽ കെട്ടിയ കോൺക്രീറ്റ് ഭിത്തികളും മേഖലയിലെ വീടുകൾക്ക് ഇപ്പോഴും ഭീഷണിയാണ്. സ്വന്തം വീടുകളിൽ സ്വസ്ഥമായി അന്തിയുറങ്ങാൻ എന്ന് കഴിയുമെന്നാണ് ഇവരുടെ ചോദ്യം. ന്യൂസ് മലയാളം, മലപ്പുറം.